കീർത്തിക്കറിയോ, ആനന്ദിനെ കുറിച്ച് സബോർഡിനേറ്റ്സിന്റെ ഇടയിൽ ഭയങ്കര മതിപ്പാ. ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ്. പക്ഷേ കേട്ടോ ആന്റി, എനിക്ക് ടെൻഷനാ. ആ നോക്കൊന്നും വേണ്ട. ഇച്ചാനിത് എന്നാത്തിനാ തനിച്ചിതിനൊക്കെ പോകുന്നേ? ഒറ്റയ്ക്കുള്ള എൻകൗണ്ടറുകൾ എത്ര റിസ്കി ആണെന്നുള്ളത് സാറിന് അറിയാൻ മേലേ? ആനന്ദിനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാനങ്ങ് ചോദിക്കുക. ആനന്ദിന് ഇങ്ങനൊരു ജോലിയുടെ വല്ല ആവശ്യമുണ്ടോ? പാലായില് വെറുതെ കയ്യും കെട്ടി ഇരുന്നാ പോരെ? സീനത്തെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരന് കൊടുക്കേണ്ട അഡ്വൈസ് ആയത്. അവർ എൻജോയ് ചെയ്യുന്ന അതിന്റെ ത്രില്ല, അല്ലാതെ കാശല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ് ഫെഡപ്പ് ആയിരിക്കാണ് സർ. അവൾക്ക് മനസ്സിലാവണ്ടേ? അതെങ്ങനെ മനസ്സിലാവുന്നേ? എനിക്ക് ഇച്ചാനും ഞാനും മാത്രല്ലേ ഉള്ളൂ. ആനന്ദിനെ പോലുള്ള ഒരാൾക്ക് വേണ്ട സപ്പോർട്ട് പോലീസ് ഫോഴ്സിൻ്റെതല്ല, കീർത്തിയെ പോലുള്ളവരുടെ കറേജാ. ആനന്ദ് തനിച്ച് തന്നെ പോണം. ഗോ ഹെഡ് മാൻ, ഐ വിൽ സപ്പോർട്ട് യു. താങ്ക് യു സർ. ചായ. എന്റെ മോനെ എവിടെയെങ്കിലും ഒന്ന് കയറ്റി വിടണം, ഇല്ലെങ്കിൽ അവൻ പഴച്ചു. അതെ, എനിക്കും രാജമ്മ ചേച്ചിക്കും കുറച്ച് സൗകര്യം വേണം. പിന്നെ എപ്പ കയറി വരുമ്പോഴൂടെ അമ്മേനെ കാണാന്നുണ്ടെങ്കിലേ ഞാൻ നോക്കിട്ട് ഒരു വഴിയേ കാണാനുള്ളൂ. ദാ വേഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തേ. അല്ല, ഇനി മോന് ജോലി കിട്ടി കഴിഞ്ഞിട്ട് എവിടെ നിന്ന് പോവുള്ളോ? അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? അല്ല പിന്നെ. അമ്മായി എന്റെ തന്നേന്ന് ഞാൻ സെലക്ട് ചെയ്താ ഇത്രയും. അയ്യേ, ഇതുകൊള്ളൂല. അതെന്താ? കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ. വലിയ ചേർച്ചയില്ലാന്നേ ഞാൻ പറയുള്ളൂ. ഓ, അങ്ങനെയാണ്. ഇതിനെന്തോ ഒരു കുറ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ശരിയാവില്ല. ഇത് നന്നായിരുന്നു. ഇതിനും ഞാനൊരു കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. അതെന്തായിരുന്നു? എന്തൊരു ചൂടാ എന്റെ ദൈവമേ. ഒന്നാമതേ നീ ഒരു ചീവിട്, അതിന്റെ കൂടെ ഇതും കൂടി അലറിക്കണോ? അമ്മക്കുട്ടിയമ്മയ്ക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൊരു ദിവസം ഇവനെ കൊണ്ട് പാടിപ്പിക്കും. കൊറേ പാടുപെടും. എടുത്തു വെച്ചേച്ച് പോവണേ. ഓരോരോ വേലകള്. ശേഖർജി അനങ്ങല്ലേ, ഇപ്പൊ കഴിയൂട്ടോ. എന്റെ മോഹന, താനിതിപ്പോ എത്രാമത്തെ തവണയാ എന്നെ മെനക്കെടുത്തുന്നത്? എന്റെ കഴുത്ത് കഴിക്കുന്നു. കഴിഞ്ഞു നോക്ക്. പെൻസില് എനിക്കെപ്പോഴാണോ ഗ്രഹണി പിടിച്ചത്? കളറ് ശരിയായില്ല, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തു വന്നിട്ടില്ല. ശേഖർജി, മോഹന. തോപ്പുംപടി. എന്താണ് തോപ്പുംപടി? നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോണം. അല്ല, ആക്സിഡന്റ് ആർക്കാ? നമ്മുടെ ചന്ദ്രൻ. എന്റെ കടയുടെ മുമ്പിൽ വെച്ച് അയാൾ ഓട്ടോറിക്ഷ കയറിയത് ഞാൻ കണ്ടതാ. പടശ്ശേരിക്കരയിൽ എത്തിയപ്പോ അയാൾ തോക്കെടുത്തു, കുറച്ച് കാശും വെച്ച് നീട്ടി. ഞാൻ തൊട്ടില്ല. അപ്പോഴറിയുന്നത് അവിടെ വേറെ ആൾക്കാരുണ്ടെന്ന്. എന്നിട്ട് ശേഖർജി എവിടൊക്കെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോഴൊക്കെ പോകുന്നു എന്നെല്ലാം ചോദിച്ചു. മറുപടി പറയാത്തതിന് കിട്ടിയതാ. അയ്യോ
പ്രജിച്ചായും ദുബായിലും ഹോങ്കോങ്ങിലൊക്കെ ആയത് നിന്റെയൊക്കെ ഭാഗ്യം. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അടിച്ച് ആളെ വിട്ട് ഓട്ടോറിക്ഷക്കാരെ പിടിക്കാൻ നടക്കുന്നു. എടാ നിനക്കൊക്കെ ആരാണ് ബുദ്ധി പറഞ്ഞു തന്നെ? എടാ അവനൊക്കെ ചത്താലും ഒരുത്തിന് ഒറ്റ കൊടുക്കില്ല, അറിയോ? പോറ്റും ഇത് കാണുമ്പോ എനിക്ക് ഹലോ, ഇച്ചാനിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? അത് ശരി, ദുബായ് നിന്നപ്പോ പോയി. വേണ്ട വേണ്ട, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഇച്ചാൻ പറഞ്ഞോളാം, ഞാനിപ്പോ മൂവ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ബൈ. നമുക്ക് ഈ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ സാറേ, വെറുതെ അത് പാഴാക്കി കളയരുത്. ഗവൺമെന്റിനെ സേവിച്ചിട്ട് സാറിന് എന്ത് കിട്ടാനാ? ഗുഡ് സർവീസ് സെന്റർ കിട്ടിയാലൊന്നും ജീവിതം പച്ച പഠിക്കത്തില്ല സാറേ. പെൻഷൻ പറ്റിയാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തുമില്ല. എന്നുവെച്ച് ജോലി റിസൈൻ ചെയ്യാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവം കണ്ണുകൾ തന്നിരിക്കുന്നത് കാണാൻ മാത്രമല്ല, കാണാതിരിക്കാനും കൂടിയാ. ഒന്ന് കണ്ണടച്ച കോടികൾ മറിയും സാറേ, കോടികൾ. സാറിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ ബിസിനസ്. Get out! I said get out! ഫോട്ടോസ് ഒക്കെ അമ്മ ഇതിനകത്താണല്ലോ വെക്കാറുള്ളത്. ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ടതാ. ഇത്തവണ അമ്മായി തന്നേന്ന് ഞാനൊന്നും സെലക്ട് ചെയ്യാനൊന്നും പോയില്ല. എന്നാൽ അതൊക്കെ ആരെടുത്ത് മാറ്റി? 5-6 ഉണ്ടായിരുന്നു. MCA, MBA, ഒരു ബാങ്ക് എംപ്ലോയി, അങ്ങനെ എല്ലാം നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളതാ. താണ്ടേ ഇതിനകത്ത് കിടക്കുന്നു. ആ, ഇത് രാധമ്മ ചേച്ചി എടുത്തിട്ടായിരിക്കും. അല്ലെന്നേ, പിന്നാരാ? ഞാനായിരിക്കും. ഏ? ആ, ഞാൻ തന്നെ എന്നാ തോന്നിട്ടത്. അത് ശരി, അതേതായാലും നന്നായി. കാരണം ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് തീരുമാനിച്ചങ്ങ് ഉറപ്പിച്ചിരിക്കുക. എന്തോന്നാ, കല്യാണം കഴിക്കുന്നില്ലെന്നോ? അതെ, നീയും അമ്മയും കൂടി ഇങ്ങനെ ഒത്തു കളിച്ചോണ്ടിരുന്ന എന്റെ കാര്യം പോക്ക. അതുകൊണ്ട് ഞാൻ വേറൊരു വഴിയിലൂടെ ഒരാലോചന അങ്ങ് ഉറപ്പിച്ചു. പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ സമ്മതം വന്നേ, അതാ ഇത്. അതിന് അമ്മായി സമ്മതിക്കണ്ടേ? ഓ, അമ്മയെ ഞാൻ നേരിട്ട് കണ്ടാ സമ്മതിക്കും. പക്ഷേ കിട്ടണ്ടേ? ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. അത് വേണ്ട. നിനക്ക് ഞാൻ കല്യാണം കഴിച്ച് കാണുന്നതേ ഇഷ്ടമല്ല. നിന്റെ കൈ തന്നാ ഇതുപോലെ അങ്ങ് ചവിറ്റൂട്ടെ കൊണ്ട് കളയും. തരാനല്ലേ പറഞ്ഞേ? ആനന്ദ്, ഇന്ന് നമ്മുടെ സ്ഥിരം ഇൻഫോമറുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. റിലയബിൾ ആണോ എന്നറിയില്ല, ബട്ട് ഇറ്റ്സ് അബൌട്ട് എ ഡീൽ. രാത്രി 9-നും 10-നും ഇടയ്ക്ക് ഹാർബറിനടുത്തുള്ള ആ പഴയ ഐസ് ഫാക്ടറിയിലാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആനന്ദിന്റെ ജൂനിയർ ഐസാക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ സർ, ഞാൻ ഐസക്കിനെ നിന്ന് കളക്ട് ചെയ്തോളാം. എന്റെ ലൈറ്റ് പക്ഷെ ആനന്ദ്, ഇത്തവണ ഏതായാലും ഐസക് പോട്ടെ. ഞാൻ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. എക്സ്ക്യൂസ് മീ സർ. അല്ല, താൻ പോണ്ട. പിന്നെന്തിനാണ് സാറിനെ വിളിച്ചു വരുത്തി പറഞ്ഞത്? ലെറ്റ് ഹിം ഡു ഇറ്റ്.
ഇത് 10-40,000 രൂപ വിലയുള്ളതാണോ? ആനന്ദിനെ പോലെ സമർത്ഥനായ ഒരു ഓഫീസർ ഇവിടെ ഉള്ളപ്പോൾ ഐസക്കിന് എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ തൻ്റെ പെങ്ങൾ പറഞ്ഞത് ശരിയാണോടോ? ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി താൻ ആവശ്യത്തിൽ റിസ്ക് എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ പോണ്ട അല്ലേ സർ? ക്ഷമിക്കണം സർ, യു ആർ റിയലി ചീറ്റിംഗ് യുവർ പ്രൊഫഷൻ. സാർ ഇപ്പൊ എനിക്ക് വേണ്ടി സഹിക്കുന്ന ഈ ത്യാഗം ഉണ്ടല്ലോ, അതെനിക്കൊരു ഇൻസൾട്ടാണ്. യു ആർ ജസ്റ്റ് ഡീഗ്രേഡിംഗ് മൈ റെപ്യൂട്ടേഷൻ ആസ് എ റെസ്പോൺസിബിൾ ഓഫീസർ. ഇത്രയും നാൾ എന്റെ പ്രൊഫഷനോട് ഞാൻ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഇനി എന്തർത്ഥമാണ് സാർ ഉള്ളത്? സാറിനെ പോലെയുള്ള സീനിയർ ഓഫീസേഴ്സ് എന്നെ പോലെയുള്ളവരെ ഇൻസ്പയർ ചെയ്യാണ് വേണ്ടത്, അല്ലാതെ ടേക്ക് ഇറ്റ് ഈസി, കൂൾ ഡൗൺ മാൻ. ഇങ്ങനെ അപ്സെറ്റ് ആവാതെ. അത് വേണ്ട, അത് വേണ്ട. പുതിയ ടേബിള്. താൻ തന്നെ പോണം, അതാണ് അതിന് ശരി. താങ്ക് യു സർ. ആനന്ദ്, ഒരു പുതിയ കൺസൈൻമെന്റ് ഓഫ് ഗൺസ് വന്നിട്ടുണ്ട്. ദേ ആർ ഗുഡ്. സേവിയറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ തന്റെ പഴയ റിവോൾവർ എക്സ്ചേഞ്ച് ചെയ്തോളൂ. രജിസ്റ്റർ ഞാൻ എൻ്റർ ചെയ്തോളാം. താങ്ക് യു സർ. സെൽ ഓപ്പൺ ചെയ്യും സർ. എനിക്കിവനെ തനിച്ചൊന്ന് കാണണം. നിങ്ങൾ രണ്ടുപേരും വെളിയിൽ വാ. എങ്ങനെയായിരുന്നു? നീ എന്ത് പറഞ്ഞു? ആരാഴ്ച തന്നെ എനിക്കറിയണം. പറയണം, ആരാഴ്ച തന്നെ ആരാണെന്ന് എനിക്കറിയില്ല. അവരെനിക്ക് കാശ് തന്നു. എനിക്കതല്ല അറിയേണ്ടത്, അവനെ അറിയിക്കേണ്ട കാര്യം നീ അറിയിച്ചോ? സ്ഥലം എനിക്ക് മനസ്സിലായി, ഇടപാട് എന്താണെന്ന് നീ പറയണ്ട. പക്ഷെ സമയം അതെനിക്കറിയണം. പറയണം. നാളെ രാത്രി 9-നും 10-നും ഇടയ്ക്ക്. ഇച്ചയാ വാ, ഇറങ്ങാം. ഫംഗ്ഷൻ ഷാർപ്പ് 6 o'clock തുടങ്ങും. കീർത്തി, ഐ എം റിയലി സോറി. ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം, പക്ഷേ എനിക്ക് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ചെയ്യാ? എന്തോ മറക്കുന്ന പോലെ. ഒന്നുമില്ല, കയ്യിലെന്താ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ലെന്നേ. നോക്കട്ടെ. കീർത്തി, ഞാൻ പറയട്ടെ. കീർത്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും മനഃപൂർവ്വമല്ല. ഒന്നും പറയണ്ട. ഞാൻ പറയുന്നൊന്നും ഇച്ചായും കേക്കില്ലല്ലോ. ഇച്ചാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. തനിച്ചാ പോകുന്നതെന്ന് എനിക്കറിയാം. പോവണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചായും പോവും. അതുകൊണ്ടാ ഞാൻ പോകുന്നത്. ഫംഗ്ഷൻ അല്ല, പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാം.
ഇപ്പൊ തീർന്നേനെ. താനെന്താ ഇവിടെ? ഞാൻ മാത്രം മതി ഇവിടെ. ഞാൻ മാത്രമല്ല, എന്താ കുഴപ്പം? എന്റെ ഏരിയയിൽ വേറെ ഒരുത്തൻ കയറി കളിക്കുന്ന എനിക്കത്ര ഇഷ്ടമല്ല. എൻ്റെ രീതി അത് തന്നെ. ഓഹോ, ആ